പ്രോട്ടീൻ ഷേക്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഹലോ, അതെ, ഇന്ന് ഞാൻ ഈ പ്രോട്ടീൻ ഷേക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ രാവിലെ എഴുന്നേറ്റപ്പം ഫുഡൊന്നും അങ്ങോട്ട് എന്തോ അതാകുമ്പോൾ പെട്ടെന്ന് കുടിക്കുക. അതുപോലെ ചൂടുമാണ് ഗൈസ്. ഫുഡൊക്കെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ പതുക്കെ സെറ്റാക്കി എടുക്കണം. പിന്നെ വെള്ളം ഒരുപാട് കുടിക്കണം. നല്ല ഡീഹൈഡ്രേഷൻ നടക്കുന്നുണ്ട് ബോഡിയിൽ. വെള്ളമൊക്കെ നല്ല രീതിയിൽ കുടിക്കുക. ഇലക്ട്രോലൈറ്റ്സ് അതുപോലത്തെ ഇതൊക്കെ കുടിക്കുക. ഓക്കെ, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തോ. ചൂടെന്ന് പറഞ്ഞ് വല്ല സോഫ്റ്റ് ഡ്രിങ്ക്സും വാങ്ങി കയറ്റി ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവും കൂട്ടി വെറുതെ പണി വാങ്ങി പിടിക്കല്. നല്ല നാരങ്ങ വെള്ളമോ നല്ല പ്ലെയിനായിട്ടുള്ള ജ്യൂസോ ഇങ്ങനെയൊക്കെ കുടിച്ച്, കരിക്കും വെള്ളം ഇതൊക്കെ കുടിച്ച് ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ നോർമലി എല്ലാ വീട്ടിലുള്ള പോലെ തന്നെ ഇന്നലെ പുട്ടാണെങ്കിൽ ഇന്നും പുട്ടായിരിക്കും. അതിൽ നിന്ന് പുട്ട്, പിന്നെ ചന്ന കടലക്കറി, പിന്നെ ഇതിൽ കുറച്ച് പ്രോട്ടീൻ ഉണ്ട്. ഞാൻ പ്രോട്ടീൻ സോഴ്സിന് കുറച്ച് 2-3 എഗ്സ് ബോയിൽ ചെയ്ത് കഴിക്കും. ഒന്നിൽ ബോയിൽ ചെയ്യും, അല്ലെങ്കിൽ ഓംലേറ്റ് അടിക്കും, അല്ലെങ്കിൽ ബുൾസ ഉണ്ടാക്കും. അന്നത്തെ ആ ഒരു ടേസ്റ്റ് പോലെ ഞാൻ അന്ന് ഫുഡ് ഉണ്ടാക്കും. ഓക്കെ, ഇതാണ് എൻ്റെ ഇന്നത്തെ സെക്കൻഡ് മീൽ. 1.5 വർഷത്തെ ട്രെയിനറായിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എനിക്കുണ്ട്. 1.5 വർഷത്തേ ഉള്ളൂ. സോ ഒരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ഒരു ജിമ്മിൽ തന്നെ നിന്നുകൊണ്ട് 1.5 വർഷമായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചു വരികയാണ്. നിങ്ങൾ ജിമ്മിൽ പോകുകയാണെങ്കിൽ നല്ല രീതിയിൽ ഗോൾ അച്ചീവ് ചെയ്ത് നിങ്ങൾക്കൊരു എനിക്ക് ഇത്ര മാസം കൊണ്ട് ഇത്ര വെയിറ്റ് കുറയ്ക്കണം, ഇത്ര ഫാറ്റ് എനിക്ക് കുറയ്ക്കണം എന്നൊരു ഗോളും കൂടെ നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. സോ കീപ് ഇറ്റ് ടച്ച്. നിങ്ങളത് ചെയ്യുക. എന്നാൽ മാത്രമേ നല്ലൊരു റിസൾട്ടും വരത്തുള്ളൂ. ഫ്യൂച്ചറിൽ നിങ്ങളെ എല്ലാ ഗോളും അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യല്. ചിക്കൻ ഉണ്ടാകണം. ഇത് എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. അതെനിക്ക് പിന്നെ മീൽ നമ്പർ 2 കഴിക്കാൻ. മീൽ നമ്പർ 3 ചിക്കൻ ഉണ്ടാകണം. ഇത് ഞാനിങ്ങനെ ബട്ടർ വാങ്ങിയിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതൊരു 6-5 ഗ്രാം കാണാം, അത്രയാണ് വരുന്നത്. ചിക്കൻ വലിയ പരിപാടിയൊന്നുമില്ല, സെൽഫ് കുക്കിങ്. അപ്പോൾ പെപ്പർ, ഗാർലിക്, ജിഞ്ചർ, ഉപ്പ്, സാൾട്ട് ഇവയൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഇത് ചെയ്തെടുക്കും. അത്രേ ഉള്ളൂ. ഈസി പരിപാടിയാണ് ഇത്. നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു എനിക്ക്. എനിക്കിഷ്ടമുള്ള ഫുഡാണ്. ഈസി ആയിട്ടും തോന്നിയിട്ടുണ്ട്. ഒരുപാട് ഈസിയാണ് ഇത് ഉണ്ടാകാൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല ചേർക്കാം കേട്ടോ. ഞാൻ ഇന്നത്തെ എൻ്റെ കുറച്ച് തിരക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനിത് എൻ്റേതായ രീതിയിൽ പടപടാന്ന് ഉണ്ടാക്കിയതാണ്. നമ്മൾ ഈ മസാല ചേർക്കണമെന്ന് ഞാൻ പറയട്ടെ. നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുന്ന മസാലയൊക്കെ ഇട്ട് നല്ലവണ്ണം ഭക്ഷണം കഴിച്ച് ഫാറ്റ് ലോസ് ചെയ്താൽ ഒരിക്കലും പുഴുങ്ങി കഴിക്കാനൊന്നും ഞാൻ പറയത്തില്ല. ഓക്കെ, ഈ ഹെൽത്തി അത്രേ ഉള്ളൂ. ഗുഡ് ഫാറ്റ് ഉപയോഗിക്കുക, ഗുഡ് പ്രോട്ടീൻ ഉപയോഗിക്കുക. എന്നിട്ട് നല്ലൊരു അടപ്പെടുക്കുക. ഇതിലിങ്ങനെ അങ്ങ് അടയ്ക്കുക. ഒരു 10 മിനിറ്റ്സ് കഴിച്ചിട്ട് ഇത് തിരിച്ചങ്ങ് ഇട്ട് കൊടുക്കണം. 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരും ഇത് എങ്ങനെയാണ്. അടിപൊളിയായിരിക്കും. സീരിയസ്ലി വെയിറ്റ്. എഗ്ഗ്, പുട്ട്, കടലക്കറി. ഇതാണ് എൻ്റെ മീൽ നമ്പർ 2. ഇത് കാണാമോ?
കാണുമെന്ന് വിശ്വസിക്കുന്നു. ആക്ച്വലി ഇതെന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങളെ രാവിലെ എണീറ്റപ്പോൾ ഒരു മൂഡ് ഓഫും വർക്കൗട്ടും എല്ലാം കൂടെ ഭ്രാന്ത് പിടിച്ചു. സോ രാവിലെ സ്മൂത്തി ആക്കി ഇതാ ഇപ്പോൾ എഗ്ഗ്, പുട്ട്, കുറച്ച് കടലക്കറി, ഇതാണ് എൻ്റെ ഇത്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കൂടെ കഴിക്കും ഉണ്ടായാൽ. ഓക്കെ ഓക്കെ, ഇപ്പോൾ കഴിച്ചിട്ട് കാണാം. കണ്ടില്ലേ, ഇതാ ഈ ഒരു പരുവോ കണ്ട, ബട്ടറും ചിക്കനും എല്ലാം കൂടെ മിക്സായ ഒരു പരുവത്തിൽ കിടക്കും. പക്ഷേ ഈ പരുവം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നോ, ബട്ട് ഞാൻ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാണ് അടച്ചു വെച്ച് ബോയിൽ ചെയ്യുക 10 minutes. ദാറ്റ്സ് ഓൾ. പിന്നെ ഒരു 5 minutes കൂടെ ആകുമ്പോൾ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവും. സെൽഫിക്ക് ചെയ്യാനൊക്കെ കൊള്ളാം, കൈ പൊള്ളാതെയൊക്കെ സൂക്ഷിച്ചോളാം. ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. ഞാൻ മാക്സിമം ഒരു 4:30, 5:30 ഒക്കെ ആകുമ്പോൾ വീഡിയോ വ്ളോഗ് സ്റ്റോപ്പ് ചെയ്യും. കാരണം എഡിറ്റ് ചെയ്ത് അത് പിന്നെ അപ്ലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ആപ്പിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് പിന്നെ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ അതൊരു സമയമെടുക്കും. പിന്നെ ജോലിയുണ്ട്, ജിമ്മിലെ വർക്കുണ്ട്, പിന്നെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയിലുള്ള സമയം കണ്ടെത്തിയാണ് എഡിറ്റ് ചെയ്യുന്നത്. സോ നല്ല സമയമാണ്. അതുകൊണ്ട് 4:30, 5:30 ഒക്കെ ആകുമ്പോൾ മാക്സിമം ഞാൻ വ്ളോഗ് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, സ്റ്റേ ട്യൂൺ. ഒരുപാട് വീഡിയോസ് ഉണ്ട്, നമുക്ക് സെറ്റ് ചെയ്യാം. എല്ലാം സെറ്റായി വരട്ടെ. ഓക്കെ, ബൈ, സ്റ്റേ ട്യൂൺ. നാളെ കാണാം.